എന്നാ ഒരു 20. ഞാൻ വെച്ച് ഒരു 22. ഓ ജയിച്ചു. ഈ കളി നമ്മൾ നമുക്ക് ഈ കളി വെക്കാം. എന്നാ ശരി, നമ്മളൊന്ന് നീക്കാം. അപ്പൊ എന്തോ അടുത്ത പരിപാടി ഇനി പീരീഡ് വകയല്ലേ ട്രീറ്റ്. ഓ ഇന്നൊന്നും എന്റെ വക, ഇന്ന് ഡേവിസിന്റെ വകയായി. ആ എന്നാ ശരി, ഡേവിസിന് ആവട്ടെ. എടാ എന്റെ കാശൊന്നും ഇല്ലടാ ഇപ്പം. എന്തോന്ന് നിന്റെ ഈ കാശില്ലെന്നോ? എടാ മാസത്തെ മോനാളുടെ മോനാന്ന് പറഞ്ഞ് നടക്കാൻ നിനക്ക് നാണയില്ലടാ. എടാ നിന്റെ അപ്പന്റെ പൂത്ത കാശ് കേട്ടാണ് നീ എത്തിച്ചാൽ കാണിക്കുന്നത്. ഇനി നമ്മൾ പോയി ചാവണം. അപമാനിതനായ ഡേവിസൺ ദേഷ്യത്തോടെ തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. മോനെ ഡേവിസ, എനിക്കെവിടെ? കഴിഞ്ഞ 2 ദിവസമായി നീ എവിടെയായിരുന്നു? അപ്പനെ കാര്യം നോക്കപ്പാ. എന്താ മോനെ ഇത്? നിന്റെ ഈ പോക്ക് ശരിയല്ല. ഇങ്ങനെ പോയാൽ നീ എവിടെ എത്തിച്ചേരും? അപ്പനെ വിചാരിക്കുന്നോ? നീ വലിയ അപ്പന്റെ പോൺ ഒന്ന് പോണാവട്ടെ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇത്രയും നേർന്നോ? അപ്പനെ അനുസരിക്കാത്തവൻ ഒരു വേണ്ട. അല്ലെങ്കിൽ ഞാൻ ഈ നഗരത്തിലില്ല. എന്റെ ഓടിങ് തന്നാലേ ഞാൻ പോക്കോളാം. എന്താ മോനെ നീ പറയുന്നത്? നിനക്കെവിടെ എന്താണ് കുറവ്? എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ഷെയർ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇത്രയും വളർന്നോ? അപ്പൊ ഞാൻ പോകണം സത്തായില്ല. വേണമില്ല. നിങ്ങൾ തമ്മിൽ കഹിക്കേണ്ട. അവന്റെ ആഗ്രഹം അതാണെങ്കിൽ അവൻ അങ്ങനെ പോട്ടെ. ഭാസ്കര ആധാരം കൊണ്ടുവാ. ഇത് നന്നായി ചിരിക്കുക. താങ്ക്സ് അപ്പ. അപ്പനപ്പ സൂപ്പർ അപ്പൻ. ഡേവിസൺ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പൻ വിശ്വാസം പോകുന്നായി തലയിൽ കൈകൾ. എന്താ ഡേവിസൺ ഇത്ര സന്തോഷത്തില്ല? നിനക്കെന്താ ലോട്ടറി അടിച്ചോ? എടാ എനിക്ക് എന്റെ ഓടി കിട്ടി. വാ നമുക്ക് അടിച്ചോളിക്കാം. ഇതിനിടെ ഡേവിസൺ താൻ സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. സ്ഥിരം മദ്യപാനിയായി തീർന്ന ഡേവിസൺ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ കൂട്ടുകാരും കൂടി നശിപ്പിച്ചു കളഞ്ഞു. മദ്യപാനിയായി അവൻ ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ ഭാര്യ മറ്റൊരുത്തനുമായി സല്ലപിക്കുന്നു. ഞങ്ങൾ തന്നെ സ്നേഹിക്കില്ല. ഇനി ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിനക്ക് നിന്റെ കാര്യം നോക്കിക്കോളാം. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിൽ നിന്ന് പോകുന്നു. ആ സമയം ബാങ്ക് ഉദ്യോഗസ്ഥർ വീട് ജപ്തി ചെയ്യാനായി ഡേവിസൺ ജോർജ് ആരാ? ഞാൻ എന്താ വി ആർ ഫ്രോം സിറ്റി ബാങ്ക് സർവീസസ്. ഞങ്ങൾ നിങ്ങളുടെ വീടും ഈ സ്വത്തും എല്ലാം ജപ്തി ചെയ്യാൻ വന്നിരിക്കുക. നിങ്ങൾ പലവാട്ടായിട്ട് നോട്ടീസ് അയക്കുന്നു. ഇതിനെ മറുപടി കിട്ടില്ല. ഇത് ചെയ്തേ പറ്റിട്ടുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട ഡേവിസൺ ഭ്രാന്തിനെ പോലെ അലയുന്നു. വീട് വിട്ടിറങ്ങുന്ന ഡേവിസൺ ആകെ തളർന്ന അവസ്ഥയിൽ അവൻ തന്റെ വീടിനെ പറ്റി ഓർക്കുന്നു. ദൈവമേ, എത്രയോ വേലക്കാർ എന്റെ അപ്പന്റെ വീട്ടിൽ സുഭിക്ഷമായി കഴിയുന്നു. ഞാനിവിടെ ഒന്നുമില്ലാതെ. ഇല്ല, ഞാൻ എന്റെ അപ്പന്റെ അടുത്തേക്ക് പോകും. എന്റെ അപ്പന്റെ കാൽക്കൽ വീട് ഞാൻ മാപ്പ് ഉപേക്ഷിക്കും. എന്റെ അപ്പനോട് പറയും ഞാൻ, അപ്പ എന്റെ മകനെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല. എന്റെ വേലക്കാരനെ ഒഴിവെ പോലെങ്കിലും എന്നെ നീ കൈക്കൊള്ളണമേ അപ്പ. വിശ്വാസപൂർവ്വമായ എല്ലാം നഷ്ടപ്പെട്ട ഡേവിസൺ എന്ത് പറ്റിയപ്പ? വീട്ടിൽ ഇത്ര വലിയ ആഘോഷം നടക്കുമ്പോ അപ്പ ഒറ്റയ്ക്കപ്പ വാ അപ്പ. മകനില്ലാതെ എനിക്കെന്ത് ആഘോഷം? അപ്പ എന്റെ മകൻ മരിച്ചവരായിരുന്നു. അവൻ ജീവിക്കുന്നു. കാണാതെ പോയതിനെ ഞാൻ കണ്ടെത്തി.
നിന്റെ കാലം എത്ര കഠിനമായാലും അത് മഞ്ഞുപോലെ ഉരുട്ടിക്കളയുന്ന നല്ല ചെയ്തവരായ